നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കോടതിയെ സമീപിച്ചിരുന്നു. അതായത് തെളിവുകൾ നശിപ്പിക്കപ്പെടരുത്, അത് സംരക്ഷിക്കപ്പെടണം, കോടതി അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ള ആവശ്യവുമായി ഹർജിയുമായി അവർ പോയിരുന്നു. ഇപ്പോൾ അതിലൊരു നിർണായക നീക്കം നടന്നിരിക്കുന്നത് ഇതിൽ കളക്ടർക്കും പ്രശാന്തനും കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക്, അതായത് ആ കുടുംബത്തിനൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ളതാണോ കോടതിയുടെ ഈ ഇടപെടൽ? മഞ്ജുഷയുടെ വളരെ കിറുകൃത്യമായ നീക്കങ്ങൾ, അതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നവംബർ 16 കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ മഞ്ജുഷ സമീപിക്കുന്നു. മഞ്ജുഷയുടെ ആവശ്യം വളരെ കൃത്യമായിരുന്നു. നിർണായകമായ നവീൻ ബാബു കൊലക്കേസിന്റെ തെളിവുകൾ അത് നശിപ്പിക്കപ്പെടരുത്. ആ കൊലക്കേസിന്റെ അന്വേഷണത്തിൽ ഏറ്റവും സഹായകരമാകുന്ന CCTV ദൃശ്യങ്ങൾ, കണ്ണൂർ കളക്ടറും പ്രശാന്തനും PP ദിവ്യയും ഒക്കെ ഉപയോഗിച്ച ഫോൺ, ആ ഫോണിലെ വിശദാംശങ്ങൾ, ഫോൺ കോഡുകൾ, ഡിജിറ്റൽ തെളിവുകൾ, നവീൻ ബാബു സഞ്ചരിച്ച വഴി, പ്രത്യേകിച്ച് മുനീശ്വരൻ കോവിൽ റെയിൽവേ സ്റ്റേഷൻ, അവിടെ നിന്ന് ക്വാർട്ടേഴ്സിലെത്തിയെന്ന് പറയുന്നു, ആ വഴിയിലെ CCTV ദൃശ്യങ്ങൾ, ആ ഭാഗങ്ങളിലെ എല്ലാം CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കണമെന്നാണ് മഞ്ജുഷയുടെ ആവശ്യം. ഇത് സംബന്ധിച്ച ഹർജി ആദ്യം കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മഞ്ജുഷ നൽകുന്നു നവംബർ 16. ആ കേസിലാണ് ഇപ്പോൾ കോടതിയിൽ വാദം നടക്കുന്നതും ഏറ്റവും ഒടുവിൽ കോടതി വളരെ നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നതും. കോടതിയുടെ നിരീക്ഷണം ശക്തമാണ്. കണ്ണൂർ കളക്ടർക്കും പ്രശാന്തനും ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം പ്രതിപട്ടികയിൽ ഇതുവരെ ചേർക്കാത്ത 2 പേരാണ് കണ്ണൂർ കളക്ടറും പ്രശാന്തനും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി കോടതി ഒരു ചോദ്യം ഉന്നയിച്ചു. അത് വാദപ്രതിവാദത്തിനിടയിൽ ഉയർന്നു വന്ന ചോദ്യമാണ്. ഇവരുടെ മൊബൈൽ കോളുകൾ പരിശോധിക്കുന്നത് അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാകില്ലേ എന്ന സംശയം. ഇക്കാര്യത്തിൽ വിശദമായ മറുപടിക്കാണ് കണ്ണൂർ കളക്ടർക്ക് ഇപ്പോൾ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. കണ്ണൂർ കളക്ടർ ഇപ്പോൾ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ദില്ലിയിലേക്ക് പോയിരിക്കുകയാണ്. ഇങ്ങനെ ദില്ലിയിൽ പോയി ഒളിക്കേണ്ടതില്ല എന്ന സന്ദേശം തന്നെയാണ് ഇപ്പോൾ കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. കണ്ണൂർ കളക്ടർ തൻ്റെ ഭാഗം കൃത്യമായി കോടതിയെ ധരിപ്പിക്കേണ്ടതുണ്ട്. ഏറ്റവും നിർണായകമായ ഗോൾഡൻ അവേഴ്സ്, ഒരു അന്വേഷണത്തിന്റെ ഗോൾഡൻ അവേഴ്സ് ആണ് അന്വേഷണ സംഘം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ കേസ് അന്വേഷിച്ച സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഒരു തരത്തിലും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ മിനക്കെട്ടില്ല. മറുവശത്ത് കളക്ടറുടെയോ പ്രശാന്തന്റെയോ മൊബൈൽ പരിശോധനകൾ, മൊബൈൽ ഫോൺ പരിശോധനകൾ പോലും അവർ നടത്തിയില്ല. വെറും പ്രഹസനമാണ് ഈ അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ച മഞ്ജുഷ വീണ്ടും കേരളത്തിന്റെ ഹൈക്കോടതിയെ സമീപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. കേരള ഹൈക്കോടതിയിൽ മഞ്ജുഷ പറഞ്ഞു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നത് ഒരു പ്രഹസനമാണ്, അന്വേഷണമല്ല. ഈ അന്വേഷണ സംഘത്തിൽ തനിക്ക് വിശ്വാസമില്ല. കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയിൽ തനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഈ കേസ് CBI അന്വേഷിക്കണമെന്ന ആവശ്യമാണ് മഞ്ജുഷ ഹൈക്കോടതിക്ക് മുൻപാകെ ഹർജിയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ആ ഹർജിയിൽ 6-ാം തീയതി പോലീസിനോട് വിശദമായ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. കേസ് ഡയറി പരിശോധിച്ചതിന് ശേഷം 9-ാം തീയതി ഈ കേസിൽ വാദം കേൾക്കുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. 2 നിർണായക നീക്കം, 1 കണ്ണൂർ കോടതിയിലെ നീക്കം, 2 ഹൈക്കോടതിയിലെത്തിയ മഞ്ജുഷ. അപ്പോൾ കണ്ണൂർ കോടതിയിലെ ഈ ചെറു സ്പന്ദനങ്ങൾ പോലും ഹൈക്കോടതിയിലെ കേസിൽ നിർണായകമാകും എന്നിടത്താണ് ഇതിന്റെ പ്രസക്തി. ഇതുവരെ പ്രതിപട്ടികയിൽ ഇടം പിടിക്കാത്ത കളക്ടറും പ്രശാന്തനുമൊക്കെ ഈ കേസിന്റെ ഭാഗമാകുന്ന കാഴ്ചയാണ് ഇതിൽ മറ്റൊരു തലം. അന്വേഷണ സംഘം എത്ര അട്ടിമറികൾക്ക് ശ്രമിച്ചാലും കോടതി അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അത് നീതി കിട്ടാനുള്ള ഒരിടമാക്കി മഞ്ജുഷ മാറ്റുന്ന പോരാട്ടമാണ് മറ്റൊരു തലം. മഞ്ജുഷയുടെ ഒരു വേറിട്ട ഒരു പോരാട്ട ശൈലി തന്നെയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. തഹസീൽദാർ ജോലി പോലും തനിക്ക് ഇനി ഭാരമാണ് എന്ന് സർക്കാരിനോട് പറഞ്ഞ മഞ്ജുഷ പിന്നീട് കളക്ടറേറ്റിലെ ഒരു സീനിയർ സൂപ്രണ്ട് കസേരയിലിരിക്കാൻ തയ്യാറായി. അതിനുശേഷം തന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതല്ല, അതൊരു കൊലപാതകമായിരുന്നു എന്ന തെളിവുകൾ നിരത്തി എത്ര തെളിവുകൾ മഞ്ജുഷയുടെ ഹർജിയിൽ അക്കമിട്ട് വിവരിക്കുന്നു. ആ ഹർജിക്ക് മുൻപേ കൃത്യമായ ഹോംവർക്കുകൾ മഞ്ജുഷ ചെയ്തു. നവീൻ ബാബുവിന്റെ പാദ്യ ജീവൻ ഇവിടെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ കാരണം അതുതന്നെയാണ്.
വളരെ ശക്തമായ കണിശമായ പോരാട്ടങ്ങളിലൂടെ നീതിക്ക് വേണ്ടി ഒരു പോരാട്ടം നടത്തുന്ന മഞ്ജുഷയുടെ ആ ദൃശ്യങ്ങൾ, അതിൻ്റെ ഒരു വിജയത്തിലേക്കുള്ള തുടക്കം തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ നോട്ടീസുകൾ. ഇപ്പോൾ കോടതിയിൽ തന്നെ ഉയർന്നു വന്ന ചോദ്യമാണ്, ഇത് അവരുടെ സ്വകാര്യതയെ മാനിക്കില്ലേ? പ്രതി ചേർക്കപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാരാണ്, ഇത് തന്നെ ആയിരുന്നില്ലേ ഈ അന്വേഷണ സംഘത്തിനും വേണ്ടിയിരുന്നത്? അതായത് പ്രതിപട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്താതെ, എന്നാൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയരായി നിൽക്കുന്ന കളക്ടർ പ്രശാന്തൻ, ഇവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമായിരുന്നു ഇതുവരെ ഈ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കറിയാം ഇങ്ങനെ ഒരു നീക്കവുമായി മഞ്ജുഷ പോയി കഴിഞ്ഞാൽ പിന്നീട് ഇവരെ ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ എന്ന് കണക്ക് കൂട്ടി തന്നെയാണ് ആദ്യം മുതൽ തന്നെ അന്വേഷണ സംഘം പല തിരക്കഥകളും ഉണ്ടാക്കിയത് എന്ന് വ്യക്തമാകുകയല്ലേ? പൂർണ്ണമായും ശരിയാണ്. അതിലപ്പുറം ജില്ലാ കളക്ടർ ഒരു ജില്ലയുടെ ഭരണാധികാരിയാണ്. ജില്ലാ കളക്ടറെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കാൻ ഗതികേടുള്ള പോലീസുകാരാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറുടെ അടുക്കൽ എത്രമാത്രം ശക്തമായി അവർക്ക് തങ്ങളുടെ ചോദ്യ മുനകൾ എറിയാൻ കഴിയും. ജില്ലാ കളക്ടറുടെ അടുക്കൽ പോയി ആ പ്രോട്ടോകോൾ പ്രകാരം സല്യൂട്ട് അടിച്ചു നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒരു വശത്ത്. മറുവശത്ത് ഇതേ ജില്ലാ കളക്ടറെ സുരക്ഷിതമായി ദില്ലിയിലേക്ക് മാറ്റിയതിന് പിന്നിലും ഒരു തിരക്കഥയുണ്ട്. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ കളക്ടറിലേക്ക് അന്വേഷണം നീങ്ങേണ്ടി വരും എന്ന് സർക്കാരിനും പോലീസ് സംഘത്തിനും ബോധ്യപ്പെട്ട നിമിഷങ്ങളാണ് അതൊക്കെ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു മോഷ്ടാവിനെ പിടിച്ച കഥ കേട്ടു. വളപട്ടണത്ത് അഷ്റഫ് എന്ന ഒരു ബിസിനസ്സുകാരൻ്റെ, ഒരു അരിക്കച്ചവടക്കാരൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 300 പവൻ സ്വർണവും 1,27,00,000 രൂപയും തൊട്ടടുത്തുള്ള ഒരു ലിജേഷ് എന്ന ഒരു മോഷ്ടാവ്, ഒരു 45 വയസ്സുകാരൻ, അയാൾ ജനൽ കമ്പി വളച്ചകത്ത് കയറി ഈ സ്വർണവും പണവും ഒക്കെ മോഷ്ടിച്ചെടുത്തു കൊണ്ടുപോയി. പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് ആ ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെട്ടു, എങ്കിലും കണ്ണൂർ സ്ക്വാഡിന്റെ ഏറ്റവും വലിയ മികവാണ് അന്വേഷണം എന്ന ഒരു വാദമാണ് കണ്ണൂരിലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളുടെ മുന്നിൽ നിരത്തിയത്. ഇന്നലെ മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുപ്പിച്ചു. മാധ്യമപ്രവർത്തകരെ കൊണ്ട് ഒരു 50-ഓളം പോലീസുകാരുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് മാധ്യമങ്ങളോട് ചില വിശദീകരണങ്ങൾ. 55ഓളം CCTVകൾ ഞങ്ങൾ കൃത്യമായി പരിശോധിച്ചു. 250-ലേറെ ആളുകളെ ചോദ്യം ചെയ്തു. പലരുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിച്ചു. അവർക്കൊന്നുമില്ലേ സ്വകാര്യത? ഒരു മോഷ്ടാവിനെ പിടിക്കാൻ കാട്ടിയ ഈ ധൃതിയും ആ കൃത്യമായ നീക്കവും അത് തങ്ങളുടെ വലിയ മേന്മയായി കൊട്ടിഘോഷിക്കുന്ന കണ്ണൂർ സ്ക്വാഡ് എന്തുകൊണ്ട് കേരളത്തെ നടുക്കിയ ഈ ക്രൂര കൊലപാതകത്തിന്റെ, ഈ ദുരൂഹ മരണത്തിന്റെ ചുരുളുകൾ അഴിക്കാൻ മെനക്കെട്ടില്ല? എന്തുകൊണ്ടാണ് മുനീശ്വരൻ കോവിലിന് മുന്നിലെയും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെയും ആ ക്വാർട്ടേഴ്സിന് മുന്നിലെയും ഒക്കെ CCTV ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിക്കപ്പെടാതെ പോയത്? എന്തുകൊണ്ടാണ് പ്രശാന്തനെ ഫോൺ വിളിച്ച നിരവധി ആളുകളുടെ മൊബൈൽ കോളുകൾ പരിശോധിക്കാതെ പോയത്? എന്തുകൊണ്ടാണ് കണ്ണൂർ കളക്ടറുടെ മൊബൈൽ സീഷറിലേക്ക് കടക്കാതിരുന്നത്? അപ്പോൾ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചാൽ, CCTVകൾ പരിശോധിച്ചാൽ ഇതിൽ പല പ്രതികളും വലയിൽ വീഴും എന്ന് കൃത്യമായി ഇതിന്റെ തിരക്കഥ രചിച്ചവർക്കറിയാം. അവർ ഒരുക്കിയ തിരക്കഥയുടെ ഭാഗമാണ് പോലീസ് അന്വേഷണവും. അതുകൊണ്ട് തന്നെ ഇതിൽ കോടതിയുടെ മുന്നിൽ സംശയങ്ങൾ ഉയർത്തുന്ന തെളിവുകൾ ഉയരാതിരിക്കാൻ അവർ ആദ്യം മുതൽ വളരെ കണിശമായി കരുക്കൾ നീക്കി. അതുകൊണ്ട് മാത്രമാണ് കണ്ണൂർ സ്ക്വാഡ് എന്ന കെട്ടിച്ചമയ്ക്കപ്പെട്ട കൊട്ടിഘോഷിക്കപ്പെട്ട ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ എഴുന്നള്ളത്ത് നടത്തിയ ആ ടീം ഈ നവീൻ ബാബു കൊലക്കേസിനെ അട്ടിമറിച്ചത്. അത് രാഷ്ട്രീയ നേതാക്കളും ക്രിമിനലുകളും മാഫിയകളും ഒക്കെ തയ്യാറാക്കിയ ഒരു തിരക്കഥയ്ക്കനുസരിച്ച് അവർ പാവക്കൂത്താടുകയായിരുന്നു. അതുകൊണ്ട് നവീൻ ബാബുവിന്റെ ആ ക്രൂര കൊലപാതകം എന്നേക്കുമായി കുഴിച്ചു മൂടപ്പെടാം എന്ന ധാരണ ആ ക്രിമിനലുകൾക്കുണ്ടാവാൻ പാടില്ല. അവിടെയാണ് മഞ്ജുഷയുടെ പോരാട്ടം കൂടുതൽ ശക്തമാകുന്നത്. അവിടെയാണ് മഞ്ജുഷയുടെ ഇടപെടലുകൾക്ക് കേരള സമൂഹത്തിന്റെ വലിയ കയ്യടി നേടുന്നത്. ഇതിൽ മഞ്ജുഷ കൃത്യമായി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒക്ടോബർ 1 മുതൽ 15 വരെയുള്ള പ്രശാന്തന്റെയും കളക്ടറുടെയും PP ദിവ്യയുടെയും ഫോൺ കോളുകൾ പരിശോധിക്കണം എന്നുള്ള ആവശ്യം, അതിലെ എല്ലാ രേഖകളും സംരക്ഷിക്കപ്പെടണം എന്നുള്ള ആവശ്യം ഉയർത്തുന്നു. നമുക്കറിയാം, നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ആ യോഗത്തിൽ എത്തിച്ചേർന്ന PP ദിവ്യ അതിനും കുറച്ചു മുൻപ്
മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ കളക്ടറോട് സംസാരിച്ചിരുന്നു. തുടക്കത്തിൽ ഈ വിവരം കളക്ടർ എവിടെയും പറയാൻ തയ്യാറായില്ല. പിന്നീട് നവീൻ ബാബു ഈ യോഗത്തിലേക്ക് തന്നെ ക്ഷണിച്ചത് കളക്ടറാണ് എന്ന് പി ദിവ്യ പറഞ്ഞതിന് ശേഷമാണ് തനിക്ക് ദിവ്യയുടെ കോള് വന്നിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ജുഷ കൃത്യമായ ആ ദിവസങ്ങൾ എണ്ണിക്കൂട്ടിയാണ് കോടതിയിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ദിവസം മുതൽ ഈ ദിവസം വരെയുള്ള എല്ലാ രേഖകളും സംരക്ഷിക്കപ്പെടണം എന്നുള്ള ആവശ്യം. അവർ കൃത്യമായ ഒരു രീതിയിലൂടെ തന്നെയല്ലേ മുൻപോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും മഞ്ജുഷയ്ക്ക് അറിയാം എങ്ങനെ നീങ്ങണമെന്നറിയാം. കാരണം അവർ വെറുമൊരു സ്ത്രീയല്ല. ഭർത്താവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് അതിനും പുറമെ ആ ഇൻക്വസ്റ്റ് നടപടികളിലും പോസ്റ്റ്മോർട്ടത്തിലുമൊക്കെ വലിയ അട്ടിമറികൾ നടത്തി ഈ കേസ് അന്വേഷണം തങ്ങൾ ഒരു പാർട്ടി കുടുംബമാണ്, പാർട്ടി തങ്ങളെ സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ മഞ്ജുഷ. ആ തങ്ങൾ വിശ്വസിച്ച പാർട്ടി തങ്ങളെ ചതിക്കുന്നു, തങ്ങൾ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് പുറമെ തങ്ങൾ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഭരണകൂടം ചതിക്കുന്നു, ചുറ്റുമുള്ള സുഹൃത്തുക്കൾ ചതിക്കുന്നു, തങ്ങൾ ഏറ്റവും വിശ്വസിക്കാമെന്ന് കരുതിയ ഏറ്റവും കൂടപ്പറപ്പ് പോലെ കൂടെ കണ്ട മലയാളപ്പുഴ മോഹനെ പോലെയുള്ളവർ മലക്കം മറിയുന്നു. ആരെ വിശ്വസിക്കണമെന്നറിയാത്ത നിമിഷങ്ങൾ, പകച്ചുപോയ നിമിഷങ്ങൾ. അവിടെ തനിക്കൊപ്പം ജീവിത നൗകയിലുണ്ടായിരുന്ന നവീൻ ബാബു ഇല്ലാത്ത അവസ്ഥ, 2 കുട്ടികളുടെ നിസ്സഹായ അവസ്ഥ. ഇതിന്റെ എല്ലാം മുന്നിൽ ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരു വിധവയുടെ, വീട്ടമ്മയുടെ കണ്ണീരിന്റെ ശക്തി, അതാണ് മഞ്ജുഷയുടെ പോരാട്ടം വ്യത്യസ്തമാക്കുന്നത്. പിന്നെ അധിക്ഷേപ പ്രസംഗവും അതിന്റെ പിന്നാലെയുള്ള ആ ഓരോ കാരണങ്ങളും നമ്മൾ അക്കമിട്ട് പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് അതിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് കടക്കേണ്ട. പക്ഷെ അതിലപ്പുറം ദുരൂഹതകൾ തന്നെയാണ് ആ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നതെന്ന് അക്ഷരം കൂട്ടി വായിക്കുന്ന എല്ലാ മലയാളികൾക്കും കൃത്യമായി അറിയാം. ഏതെങ്കിലുമൊക്കെ വാർത്തകളിലേക്ക് ഒരിക്കലെങ്കിലും നോക്കിയിട്ടുള്ള ഓരോ മലയാളിയുടെ മനസ്സിൽ ഇത് വലിയ വേദനയുണ്ടാക്കിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുടുംബത്തിനൊപ്പം എന്ന വീൺവാക്ക് പറഞ്ഞ MP ഗോവിന്ദന്റെ പൊള്ളത്തരം കൃത്യമായി മലയാളികൾക്ക് മനസ്സിലായി. ഇങ്ങോട്ടേക്ക് CBI ഈ കേസ് അന്വേഷിക്കാൻ എത്തേണ്ടതില്ല എന്ന നിലപാടെടുത്ത MP ഗോവിന്ദന്റെ ഭയം എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. അത് ഗോവിന്ദന് തൻ്റെ മക്കളെ കുറിച്ചുള്ള വ്യാകുലതകളാകാം, തൻ്റെ സഹപ്രവർത്തകരെ കുറിച്ചുള്ള വ്യാകുലതകളാകാം, തൻ്റെ ബിനാമി ഇടപാടുകളെ കുറിച്ചുള്ള വ്യാകുലതകളാകാം. വ്യാകുലതകൾ ഉള്ളത് കൊണ്ടാണല്ലോ സ്വന്തം ഭാര്യയെ തന്നെ PP ദിവ്യയെ സ്വീകരിക്കാനായി ഒരു പാർട്ടി സെക്രട്ടറി പറഞ്ഞു വിടുന്നത്. എന്നിട്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തോടും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം എന്ന് പറയാൻ ഒരു ഉളുപ്പുമില്ല, ഒരു ലജ്ജയില്ലായ്മ. അതുകൊണ്ട് തന്നെ നീതി അത് കേരളത്തിൽ നടപ്പാകണമെങ്കിൽ മഞ്ജുഷയെ പോലെ ഒരു വലിയ ശക്തിയുടെ പോരാട്ടം അനിവാര്യമാണ്. കാരണം ഒപ്പം നിൽക്കാൻ ആരുമില്ല. മഞ്ജുഷയ്ക്കൊപ്പം മഞ്ജുഷ മാത്രമേ ഉള്ളൂ. മഞ്ജുഷയുടെ അഭിഭാഷകൻ ഏറ്റവും കൃത്യതയാർന്ന വാക്കുകളിലാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹർജിയിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഓരോ വാക്കുകൾക്കും നമ്മൾ കൽപ്പിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി അർത്ഥമുണ്ട്, അതിൽ വേദനയുണ്ട്, അതിൽ ജീവനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോടതിക്കും അതിനു മുന്നിൽ കണ്ണടയ്ക്കാൻ കഴിയില്ല. തൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ടതാണ് എന്ന് ആ ഹർജിയിൽ സാഹചര്യ തെളിവുകളിലൂടെ അവർ വിവരിക്കുമ്പോൾ, മറിച്ച് ഒരു അട്ടിമറിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കേസ് ഡയറി കൊണ്ടൊന്നും ഇതിനെ തകിടം മറിക്കാൻ കഴിയില്ല, പോലീസിനെ തകിടം മറിക്കാൻ കഴിയില്ല. അത്രയേറെ ആർജവമുള്ള ഒരു വേദനയുള്ള ജീവിതമുള്ള ഹർജിയാണ് ഹൈക്കോടതിയുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ ആ ഹർജിയിലേക്ക് കടക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമുണ്ട്. ഡിസംബർ 6-ാം തീയതി കേസ് ഡയറി പോലീസ് എത്തിക്കണം, ഡിസംബർ 9-ാം തീയതി വാദം തുടങ്ങും. പക്ഷെ അതിനു മുന്നിൽ ഇടുത്തി പോലെ ഇപ്പോൾ കണ്ണൂർ കോടതിയുടെ ഇടപെടൽ ഈ കേസിലേക്ക് കൃത്യമായി കണ്ണൂർ കളക്ടറും പ്രശാന്തനും കടന്നു വരുന്നു. ആ നോട്ടീസ് അതൊരു തുടക്കമാണ്. അത് ഹൈക്കോടതിയിലേക്ക് അതിൻ്റെ അനുരണനങ്ങൾ എത്തും എന്നതിൽ സംശയം വേണ്ട. ഇവിടെ മഞ്ജുഷ അനാവശ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നില്ല. അവർ മറ്റ് ഒരു പാർട്ടിക്കെതിരെ സംസാരിക്കുന്നില്ല. CBI അന്വേഷണം തങ്ങൾക്ക് വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറിയാണ് പറയുന്നത് അത്തരത്തിലൊരു അന്വേഷണം ആവശ്യമില്ല, CBI വരേണ്ടതില്ല എന്ന് പറയുന്നു. അതിനുശേഷവും ഈ MP ഗോവിന്ദൻ ഇത് പറയുമ്പോൾ അതിനെതിരെ പോലും മഞ്ജുഷ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇവർ ഒരു തരത്തിലും പാർട്ടിക്കെതിരെ എതിർത്ത് സംസാരിക്കുന്ന ഒരു സമീപനമേ ഉണ്ടാകുന്നില്ല. മഞ്ജുഷ കണക്ക് കൂട്ടുന്നത് ഇനി പാർട്ടിക്കെതിരെ താൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടാകുമോ, അതോ നിയമ വഴിയിലൂടെ തന്നെ പോകാം എന്നുള്ളത് തന്നെയാണോ അവരുടെ തീരുമാനം? അല്ല, അതിലെ മഞ്ജുഷയുടെ നീക്കങ്ങൾ നമ്മൾ കയ്യടിയോടെ വേണം സ്വീകരിക്കാൻ. കാരണം അവർ അനാവശ്യ വിവാദങ്ങൾക്കില്ല. പാർട്ടിയെ വെല്ലുവിളിക്കാനോ സർക്കാരിനെ ഭരണകൂടത്തെ വെല്ലുവിളിക്കാനോ താനില്ല.
പക്ഷെ തനിക്ക് നീതി വേണം. തന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടത് എങ്ങനെയെന്ന് കൃത്യമായി പോലീസ് കണ്ടെത്തണം. അന്വേഷണ സംഘത്തെ വിശ്വാസമില്ല, പോലീസ് സംവിധാനങ്ങളെ വിശ്വാസമില്ല. അതിന് കാരണവുമുണ്ട്. അവർ വെറുതെ അല്ല പറയുന്നത്. ഇത് കേരളത്തിൽ എല്ലാ ജനങ്ങളുടെയും മനസ്സിലുള്ള സംശയം തന്നെയാണ്. എന്തുകൊണ്ട് ഇത്ര വലിയൊരു അട്ടിമറി ഈ കേസന്വേഷണത്തിൽ പോലീസ് നടത്തി? ഇന്നലെ മോഷ്ടാവിനെ പിടിച്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തി വെക്കുന്ന ഒരു പോലീസിന്റെ ജാഗ്രതയും ശുഷ്കാന്തിയും ഉണ്ടല്ലോ, അത് എന്തുകൊണ്ട് നവീൻ ബാബുവിന്റെ കൊലയാളികളുടെ കാര്യത്തിൽ കാട്ടുന്നില്ല? അപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഇടപെടാത്ത കേസിൽ പോലീസ് സജീവമായി പ്രവർത്തിക്കും. അവർ കൈയടിക്ക് വേണ്ടി എന്തു ചെയ്യും? രാഷ്ട്രീയ നേതാക്കൾ ചരട് വലിക്കുന്ന കേസുകൾ കൃത്യമായി അട്ടിമറിച്ചു കൊടുക്കപ്പെടും. അതാണ് കേരള പോലീസ്, അതാണ് കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂരിലെ പോലീസിന്റെ ഒരു ഗതികേടുണ്ട്. ആ പാർട്ടി മാഫിയയുടെ പിടിയിൽ നിന്ന് അവിടെ ഒറ്റപ്പെട്ട് കുതിറി മാറി നിന്ന് ഒരു സത്യസന്ധമായ അന്വേഷണം നടത്താനൊന്നും അവർക്ക് കഴിയില്ല. അവിടെ പി ദിവ്യമാർ അവരെ ഡിക്റ്റേറ്റ് ചെയ്യും. കളക്ടർമാർ പോലും ഇത്തരം ദിവ്യമാരുടെ കളിപ്പാവകളാകും. രാത്രി ഉറക്കം നഷ്ടപ്പെട്ട കളക്ടറെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പാതിരാത്രി 12 മണിക്കാണ് അവധിയെക്കുറിച്ച് കളക്ടർ പെട്ടെന്ന് ബോധോദയമുണ്ടായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. കളക്ടർക്ക് ഉറക്കമില്ലേ എന്ന് ജനം ചോദിക്കുന്നത് അത്തരത്തിലാണ്. ആ പരിഹാസത്തിന് മുന്നിൽ ഒരു കളക്ടർക്കും തല ഉയർത്തി നിൽക്കാൻ കഴിയില്ല. കോടതിക്ക് മുൻപാകെ ഈ കളക്ടർ വരുമ്പോൾ തല കുനിക്കേണ്ടി വരും. പി ദിവ്യ പോലും തല ഉയർത്തി ധാർഷ്ട്യത്തോടെ ആ ജയിലറയ്ക്കുള്ളിലേക്ക് കോടതിയിലേക്കും കടന്നു പോയതാണ്. പിന്നീട് തല കുനിച്ച് ഇറങ്ങി വന്നേ. രക്തഹാരമൊക്കെ അണിയിച്ച് അവരെ ഒരു വനിതയായി പാർട്ടി നേതാക്കൾ സ്വീകരിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ എന്നും അവർ തലകുനിച്ച് തന്നെ നിൽക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പൊതുപരിപാടികൾക്കൊന്നും പി ദിവ്യ പങ്കെടുക്കാത്തത്. തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടാൻ വിധിക്കപ്പെട്ടത്. അപ്പോൾ ശിക്ഷ അത് നിർബന്ധമായും അവർ അനുഭവിച്ചേ തീരൂ. നവീൻ ബാബുവിന്റെ യഥാർത്ഥ കൊലയാളികൾ നിയമത്തിന് മുന്നിൽ വരും. അവർ ശിക്ഷാ നടപടികൾക്ക് വിധേയരാകും. അതിലേക്കുള്ള പോരാട്ടത്തിൽ മഞ്ജുഷ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം അത് കേരള ജനതയുടെ കൂടി ഒരു പോരാട്ടമാണ്. ഹൈക്കോടതിക്ക് ഇതിനു മുന്നിൽ കണ്ണടയ്ക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു പ്രസ്താവന, ഞങ്ങൾക്ക് ഇനി കോടതിയിലാണ് ഈ വിശ്വാസമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കേസ് തുടങ്ങുന്ന, അതായത് തലശ്ശേരി കോടതിയിലും തുടർന്ന് കണ്ണൂർ കോടതിയിലും നടന്ന വാദപ്രതിവാദങ്ങളൊക്കെ ഹൈക്കോടതിയിൽ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കാം? അത് തെളിവുകളും നിയമങ്ങളും ഒക്കെയാണ് കോടതിക്ക് മുന്നിൽ. പി ദിവ്യക്ക് ജാമ്യം കൊടുക്കുന്ന ആ കോടതി വിധി, ജാമ്യം നിഷേധിക്കുന്ന കോടതി വിധി, ജാമ്യം നിഷേധിച്ച കോടതി വിധി തന്നെയാണ് എല്ലാ കാലത്തും പി ദിവ്യക്ക് മേൽ കനത്ത കുരുക്കായി തീരുന്നത്. ആ കോടതിയുടെ ഫൈൻഡിങ്സ് അത് ഹൈക്കോടതി വലിയ പ്രാധാന്യത്തോടെ കാണും. പിന്നീട് ആ കോടതി വിധിയിൽ പറയുന്ന ഓരോ ഫൈൻഡിങ്സും ഏത് പ്രകാരം എങ്ങനെ പോലീസ് അന്വേഷണം വിധേയമാക്കി, അവിടെയാണ് പോലീസിന് ഇനി ഉത്തരം മുട്ടുക. ഈ 6-ാം തീയതി ഹൈക്കോടതിക്ക് മുൻപാകെ കൊടുക്കുന്ന കേസ് ഡയറിയിൽ കാര്യമായ വസ്തുതകളൊന്നുമില്ല എന്നത് വ്യക്തമാണ്. കാരണം പ്രഹസനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ചില അന്വേഷണം നടത്തിയത്. ഈ കളക്ടർ ദില്ലിയിലേക്ക് പോകുന്നതിന്റെ തലേദിവസം കളക്ടറേറ്റിൽ ഓടി ചെന്ന കളക്ടറുടെ നിന്ന് വീണ്ടും ഒരു മൊഴി രേഖപ്പെടുത്തുന്നു. നവീൻ ബാബു തെറ്റുകാരനാണ് എന്ന വാദം ആ കളക്ടർ ആവർത്തിക്കുന്നു. നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കി ചിത്രീകരിക്കാൻ അവസാന തന്ത്രവും പയറ്റുന്ന ഒരു അന്വേഷണ സംഘം. ഇതൊക്കെ കൂടി കെട്ടിച്ചമച്ച് ഒരു അന്വേഷണ റിപ്പോർട്ടുമായി ഹൈക്കോടതിയിലേക്ക് ചെല്ലുന്ന പോലീസ്. ഇതൊക്കെ എളുപ്പം ഹൈക്കോടതിക്ക് മനസ്സിലാകും. 9-ാം തീയതി ആ വാദം തുടങ്ങുമ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഈ ദുർബലമായ പോലീസ് റിപ്പോർട്ട് തന്നെയാകും മഞ്ജുഷയുടെ ഏറ്റവും ശക്തമായ പിടിവള്ളി. എന്തായാലും ഹൈക്കോടതിയിലാണ് ഇനിയിപ്പോൾ 9-ാം തീയതിക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. അതിനു മുൻപ് തന്നെ ഒരു വലിയ തിരിച്ചടിയാണ് കണ്ണൂർ കളക്ടർക്കും അതോടൊപ്പം തന്നെ രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന പ്രശാന്തനു മേൽ ഉണ്ടായിരിക്കുന്നത്. മഞ്ജുഷ കൃത്യമായ രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. അവർക്കറിയാം നിയമവഴികളിലൂടെ പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികളും എന്നാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നും കൃത്യമായി അറിയാവുന്ന ഒരു സാധാരണ വീട്ടമ്മയൊന്നും അല്ലല്ലോ നവീൻ ബാബുവിന്റെ ഭാര്യ. അവരും ഉന്നത പദവികളിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പക്വതയോടെയുള്ള പ്രവർത്തനങ്ങളാണ്, നിലപാടുകളാണ് മഞ്ജുഷയിൽ നിന്നും ഉണ്ടാകുന്നത്. എങ്കിലും ആ കുടുംബത്തിന് നീതി ഉറപ്പാകണം എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം. കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.